we have Aksa Azim on stage to mesmerize us with a wonderful performance. എന്നിട്ടും അവര് കേട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ജോലി കിട്ടിയത് ലീവ് എടുക്കുന്ന പറയുന്നല്ല, സ്കൂളിൽ ചേർന്നിട്ട് ലീവ് എടുക്കാന്ന് ഞാനും വിചാരിച്ചു. ഉച്ചവരെ ഉച്ചയിലെത്തിയാലും എഴുന്നേക്കാനുള്ള ഞാനാ. ഇപ്പഴോ സ്കൂളിൽ ചേർന്ന് അന്ന് മുതൽ ഞാൻ തന്നെ സൂര്യനെ വിളിച്ചോർത്തുന്ന നേരെ പൊക്കെടുത്ത് ചോദിക്കൊണ്ടിരുത്തിയിട്ട് ഉമ്മി പോയി നെക്കല് മുക്കലിയാണ്. നിങ്ങളോർക്കും ഉമ്മി ഇടിയപ്പം നിൽക്കുവാണെന്ന്. അല്ലല്ല, ചോദിച്ചിരിക്കുന്ന എന്നോട് പറയുക, എടി നെക്കടി, എടി മുക്കടി, എടി ഇറക്കടി. നിങ്ങൾ പറ, എന്തെങ്കിലും അകത്തോട്ട് എന്നാലല്ലേ വല്ലതും പുറത്തോട്ട് പോകത്തുള്ളു. അങ്ങനെ ടോൾത്തിൽ അംഗമെല്ലാം ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി. അങ്ങനെ അറിവുന്നേടണം എന്ന ആഗ്രഹവുമായി ഞാൻ എത്തിപ്പെട്ടത് ഈ ഹുദാ സ്കൂളിന്റെ മുറ്റത്താണ്. ഇവിടെ വന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ 3 നില ബിൽഡിംഗും സുന്ദരികളായ മിസ്സുമാരെ ആ നിരന്ന് കിടക്കുന്ന മഞ്ഞ ബസ്സോ അല്ല, പിന്നെ എന്തായിരിക്കും എന്നെ ആകർഷിച്ചത്? വേറെ ഒന്നുമല്ല, ഈ സ്കൂളിലെ മിനി വണ്ടർല. ഈ സ്കൂളിലെ സ്വന്തം പാർക്ക്. അത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ലഡു പൊട്ടി. സത്യം പറഞ്ഞ 5-6 മാസമായി ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട്. കഷ്ടിച്ച് 5-6 ദിവസമായി കയറി കാണും. അതിന് 3 ദിവസം ഞാൻ ലീവും. ആ പൊട്ടി ലഡു ഇല്ലേ, അത് ഞാൻ തൂത്തുവാരി വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടിട്ട്. ഈ സ്കൂളിൽ ചേർന്നപ്പോഴേ എനിക്ക് കുറെ സംശയങ്ങളാ. പഠിക്കുന്ന പിള്ളേർക്ക് സംശയമൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്റെ സംശയം എന്താണെന്നല്ലേ, ഇംഗ്ലീഷ് പഠിപ്പിക്കാനും മിസ്, മലയാളം പഠിപ്പിക്കാനും മിസ്, മാത്സ് പഠിപ്പിക്കാനും മിസ്, അങ്ങനെ ഓരോ ശബ്ദത്തിനും ഓരോ മിസ്സുമാരാ. ഇതെല്ലാം കൂടി ഒരു കുട്ടി പഠിക്കണം. അതെങ്ങനെ ശരിയാവും? എത്ര ആലോചിച്ചിട്ട് കണക്ക് എനിക്ക് വിടിയിട്ടില്ല. കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്ന. ONE1, ഈ പണിയാത്ത V അവിടെ. TWO, TWO2, ഈ 2 W ആവശ്യം എന്താ? നമ്മൾ എഴുതുന്ന W അല്ലേ, നമ്മൾ WV എന്നല്ലേ എഴുതുന്ന, പിന്നെന്താ W ആയത്? മൊത്തം കൺഫ്യൂഷൻ. ഹൗ ആർ യു എന്ന് വെച്ചാൽ എല്ലാരും എന്തു പറയും? ഈ ഫൈൻ എന്ന് വെച്ചാൽ എന്താ? പിഴ. ഫൈൻ എന്ന് വെച്ചാൽ ഞാൻ പിഴയാണെന്നാ. മൊത്തം കൺഫ്യൂഷൻ. അങ്ങനെ ഇംഗ്ലീഷ് കളക്കുമെല്ലാം വിട്ട് നമ്മുടെ മാതൃഭാഷ മലയാളത്തിലോട്ട് വന്നപ്പോഴോ ഇടിയപ്പം കൂരി കിടക്കുന്ന പോലെ കുറെ അക്ഷരങ്ങള്. അതിലൊരു അക്ഷരം ഒരാവശ്യം ഇല്ലാതെ മസിലും പിടിച്ച് കയറിയിരിക്കുന്നു. അതേത് അക്ഷരാന്നല്ലേ നിങ്ങൾ ഓർക്കുന്ന? വേറെ ഒന്നുമല്ല, നമ്മൾ
അല്ല ഇരുവിന്റെ ആവശ്യം എന്താ? ഈ ഉദാസ്കുള്ള പാർക്ക് പോലെയാ, വല്ലപ്പോലും ഉപയോഗിച്ചാലായി. ഈ ടെൻഷനെല്ലാം മാറ്റി വെച്ച് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചപ്പോഴോ ജനിച്ച വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാന്ന ഞാനാ. സ്കൂളിൽ ചേർന്ന അന്ന് മുതൽ സസ്യബുക്കായി. മുട്ട, മട്ടൻ, ചിക്കൻ, ബീഫ് ഇതൊന്നും സ്കൂളിൽ കയറ്റത്തില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സ്കൂളിൽ അവധി കിട്ടണമെന്ന് പറഞ്ഞിട്ടപ്പോഴാണ് പടച്ചോനുണ്ട് പ്രാർത്ഥന ഇട്ടത്. ഒരു ലീവ് കിട്ടി. എന്താണെന്നല്ലേ, നീളത്തി മറ്റുപൊട്ടിയിരിക്കുന്ന അങ്ങനെ നീണ്ട അവധിക്ക് ശേഷം ഞാൻ സ്കൂളിൽ വന്നപ്പോഴോ ഇവിടെ ആനുവൽ ഡേന് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ ഓൺലൈനിൽ ഒരു ഡ്രസ് ഓർഡർ ചെയ്തു. ബക്കറ്റ് ഓർഡർ ചെയ്തപ്പോ ബിസ്ക്കറ്റ് വരുന്ന പോലെ 30 സൈസ് ഡ്രസ് ഓർഡർ ചെയ്തപ്പോ എനിക്ക് വന്ന് 20 സൈസ്. ഇനി ആ 20 സൈസ് ഡ്രസ് കൊണ്ട് ഞാൻ എങ്ങനെ പ്രോഗ്രാം ചെയ്യും എന്ന ടെൻഷനിലാണ് ഞാനിപ്പോ. അതുകൊണ്ട് ഞാൻ ഇനി ഒരുപാടൊന്നും സംസാരിച്ച് സമയം കളയുന്നില്ല. നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. എല്ലാവരും മാക്സിമം അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. ഞാനൊരു സീരിയസ് കാര്യം വേണ്ടി പറയുന്നുണ്ട്. കൊറോണ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് കരുതി എക്സാം ഒന്നും ഓൺലൈൻ ആവുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. എക്സാമിനും കൊറോണയ്ക്കും കൂടി ഞാൻ ഉപദേശം തരാം. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം. Great, unbelievable, amazing and beautiful narration by our little kid Aksa Salim. Really stunning and mind-blowing. Beyond words, dear little child, we are wonderstruck by your performance. An actor, a narrator, a performer, everything in you and heights to go.